നമസ്കാരം. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്നുള്ള രീതിക്കാണ് ടാറ്റയുടെ സിയറ എന്ന് പറയുന്ന ഒരു വാഹനത്തെ അവരുടെ ചീഫ് ഡിസൈനറായിട്ടുള്ള മാർട്ടിൻ ഫ്ലാരിക്ക് 2 വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും 2022 കാണിച്ച ആ ഒരു ഡിസൈനിൽ നിന്നും 2023 വന്നപ്പോഴത്തേക്കും ഒരുപാട് മാറ്റങ്ങളുണ്ടായിരുന്നു. അന്ന് കാണിച്ച വാഹനം എന്ന് പറയുന്നത് പ്യുവർ ഇലക്ട്രിക് ആയിരുന്നെങ്കിൽ ഇന്ന് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ ഷോയിൽ കാണിച്ച വാഹനം എന്ന് പറയുന്നത് പ്രൊഡക്ഷന് റെഡിയായി നിൽക്കുന്ന എക്സ്റ്റീരിയർ സ്ട്രക്ചറോട് കൂടിയിട്ടുള്ള ഒരു പെട്രോൾ വാഹനമാണ്. പെട്രോൾ എന്ന് പറയുന്നത് ടാറ്റയുടെ ഏറ്റവും പുതിയ എഞ്ചിനുമായിട്ടായിരിക്കും ഈ ഒരു വാഹനം വരുന്നത്. അതായത് 1.2 ടർബോ ചാർജ്ഡ് ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആ ഒരു രീതിയിലുള്ള ഒരു പെട്രോൾ എഞ്ചിനുണ്ട്. അത് മാത്രമല്ല 1.5 ഉണ്ട്. ഈ 1.5 ആണോ 1.2 ആണോ വരുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് 1.5 ടർബോ ചാർജ്ഡ് ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ പെട്രോൾ എഞ്ചിനുമായിട്ടായിരിക്കും ഈ ഒരു വാഹനം ഇന്ത്യൻ നിരത്തുകളിലേക്ക് വരാൻ പോകുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ലുക്കാണ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ളത്. ഇൻറ്റീരിയറിൽ ചിലപ്പോൾ ചേഞ്ചുകൾ ഉണ്ടായിരിക്കാം, ചേഞ്ചുകൾ വരാൻ സാധ്യതയുണ്ട്. എന്നാലും ഒരു 99% പ്രൊഡക്ഷൻ റെഡി ആയിട്ടുള്ളൊരു വാഹനത്തെയാണ് 2025 ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ ഷോയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിനെ കുറിച്ചിട്ടുള്ള ചെറിയ കുറച്ച് ഇൻഫർമേഷൻസ് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല വിഡ്ത്തും ഹൈറ്റും ലെങ്ത്തും ഉള്ളൊരു വാഹനമാണ് ഈ ഒരു വാഹനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു വീൽ ബേസ് ഒക്കെ എത്രത്തോളം വരും എന്ന് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം. കാരണം ഇപ്പോൾ കമ്പനിയായിട്ട് ഒഫീഷ്യലി ഈ ഒരു വാഹനത്തിൻ്റെ വിഡ്ത്തോ അല്ലെങ്കിൽ ഹൈറ്റോ ഗ്രൗണ്ട് ക്ലിയറൻസോ ഈ കാര്യങ്ങളൊന്നും വെളിയിലിട്ട് വിട്ടിട്ടില്ല. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. ഒരു റാപ്പ് ഓവർ ഗ്ലാസ് ഡിസൈൻ കൈൻഡ് ഓഫ് ഡിസൈൻ പാറ്റേൺ ആണ് ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്കും ഇതൊരു പ്യുവറായിട്ടൊരു ബോക്സി ഡിസൈനാണ്. അതായത് റേഞ്ച് റോവറിൻ്റെയൊക്കെ ഏകദേശം ഡിസൈനൊക്കെ നമുക്ക് എവിടെയായിട്ട് കാണാൻ കഴിയും. എന്നാൽ പോലും ഇത് റേഞ്ച് റോവർ ഡിസൈൻ എന്ന് പറയാൻ കഴിയില്ലെന്നുണ്ടെങ്കിലും ആ ഒരു ബോക്സി ഡിസൈൻ അങ്ങനെ നിലനിർത്തിയിട്ടുണ്ട്. എന്താണോ 2 വർഷങ്ങൾക്ക് മുമ്പ് കാണിച്ച ഡിസൈൻ അതുമായിട്ട് 95% സാദൃശ്യം നമുക്ക് കാണാൻ കഴിയും. ഫ്രണ്ടിൽ കണക്റ്റഡ് LED ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല അഡാസിൻ്റെ പ്രൊവിഷൻസ് നമുക്കവിടെ കാണാം. 360 ഡിഗ്രി ക്യാമറയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫ്രണ്ട് പാർക്കിംഗ് സെൻസറുണ്ട്. ആ പാർക്കിംഗ് സെൻസറിൻ്റെ പ്ലേസ്മെൻ്റ് എല്ലാം വളരെ കൃത്യമാണ്. അതായത് ഫ്രണ്ട് ബമ്പറിൻ്റെ കോർണർ സൈഡിലൊക്കെ പാർക്കിംഗ് സെൻസർ കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻറ്റും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി ഈ ഒരു വാഹനത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വാഹനത്തിന് 19 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ആണ്. 225, 55, R19 എന്ന പ്രൊഫൈലിൽ വരുന്ന വലിയ ചങ്കിയായിട്ടുള്ള ഒരു ടയറാണ് കൊടുത്തിട്ടുള്ളത്. ടയർ പ്രൊഫൈലാണ്. ടർബൈൻ കൈൻഡ് ഓഫ് അലോയ് വീൽ പാറ്റേൺ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ പുറകിലേക്ക് നോക്കുമ്പോഴത്തേക്കും എന്താണോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്, അതായത് 2 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഡിസൈൻ ലാംഗ്വേജുമായിട്ട് ഏകദേശം സാദൃശ്യം അവിടെയുണ്ട്. എന്നാൽ വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു സ്പോയിലർ വന്നിട്ടുണ്ട്, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നീട് നമ്മൾ എടുത്തു വേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബി പില്ലർ എന്ന് പറയുന്നത് കിയ സിറോസിനോടൊക്കെ ഒരു സാദൃശ്യമുണ്ട്. പക്ഷേ കിയ സിറോസിനോട് സാദൃശ്യം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ആ ഒരു വാഹനം വരുന്നതിനൊക്കെ മുമ്പ് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് അവർ അൺവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ ബി പില്ലർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ നല്ല ഭംഗിയാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ റാപ്പ് ഓവർ കൈൻഡ് ഓഫ് ഗ്ലാസ് ഡിസൈനാണ്. അതായത് ഗ്ലാസ് എന്ന് പറയുന്നത് പുറകിലെ ഗ്ലാസ് ഇങ്ങനെ ചെരിഞ്ഞ് റൂഫിലേക്ക് കയറത്തക്ക രീതിയിലാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗ്ലാസ് റൂഫിലേക്ക് കയറിയിട്ടില്ല. അതിനെ രണ്ടിനെയും തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യുന്ന, എന്നാൽ അത് റൂഫിലേക്ക് കയറി എന്ന് തോന്നത്തക്ക രീതിയിലുള്ള ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ബിഗ് പനോരമിക് സൺറൂഫ് ഉണ്ട്. ഇൻറ്റീരിയറിൽ വിസ്മയങ്ങളാണ്. അതായത് 10.25 ഇഞ്ചിൻ്റെ 3 സ്ക്രീനുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിലൊരു സ്ക്രീന് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും ഒരു സ്ക്രീന് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും. അത് മാത്രമല്ല കോ പാസഞ്ചർ, അതായത് കോ ഡ്രൈവർ സീറ്റിൻ്റെ എതിരായിട്ട് നിൽക്കുന്ന 10.25 ഇഞ്ചിൻ്റെ ഒരു സെപ്പറേറ്റ് സ്ക്രീൻ, അതായത് ഒരു ട്രിനിറ്റി സ്ക്രീൻ എന്നൊക്കെ നമുക്ക് തീർച്ചയായിട്ടും പറയാം. അത് മാത്രമല്ല കുഷ്യൻ, അതായത് ഈ ഒരു സീറ്റിൻ്റെ കംഫർട്ടും കുഷ്യനിങ് ഒക്കെ ഒരുപാട് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ടാറ്റയുടെ ഇന്നത്തെ വാഹനങ്ങളിലൊക്കെ കാണത്തക്ക രീതിയിലുള്ള, അല്ലെങ്കിൽ കാണുന്ന രീതിയിലുള്ള ടാറ്റയുടെ ഇലൂമിനേറ്റഡ് ലോഗോ തെളിഞ്ഞു വരത്തക്ക രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ പാറ്റേൺ അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് മാസീവായിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും. ഇതൊരു 7 സീറ്റർ വാഹനമല്ല, ഇതൊരു 5 സീറ്റർ വാഹനം തന്നെയാണ്. 1.5 ടർബോ ചാർജ്ഡ് ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആ ഒരു എഞ്ചിനായിരിക്കും ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നത്. ഇതിന് 4 വീൽ ഡ്രൈവ് കൊടുക്കും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും ടാറ്റയുടെ ഹാരിയറുടെ ഇലക്ട്രിക്കിന് തീർച്ചയായിട്ടും ഓൾ വീൽ ഡ്രൈവ് വരും. അതുമാത്രമല്ല ഇനി വരുമ്പോഴത്തേക്കും ഈ സിയറയുടെ ഇലക്ട്രിക് EV വരും. തീർച്ചയായിട്ടും അതിനകത്ത് ഓൾ വീൽ ഡ്രൈവ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. നിലവിൽ ഒരു പ്രിമാ ഫേസിലുള്ള ഒരു ഇൻഫർമേഷൻ മാത്രമാണ് ഞാൻ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ടാറ്റ മോട്ടോഴ്സിൻ്റെ
ടർബോ ചാർജ്ഡ് ഗ്യാസലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ വെച്ചിട്ടുള്ള ആ 2 എൻജിൻ, അതായത് 1.2 ഉണ്ട്, 1.5 ഉണ്ട്, ആ 2 എൻജിൻ വെച്ചിട്ടുള്ള വാഹനങ്ങൾ ഇനി അങ്ങോട്ട് വരും. അതിനകത്ത് 1.5 വെച്ചിട്ട് വരുന്ന ഒരു വാഹനമാണ് ടാറ്റയുടെ സീറ എന്ന് പറയുന്ന ഒരു വാഹനം. പെട്രോൾ വേർഷനാണ്. ഇതേ തുടർന്ന് ഇലക്ട്രിക്കും തീർച്ചയായിട്ടും വരും. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.